ഇന്ന് നമുക്ക് നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കാം. അതിനായിട്ടൊരു ഗ്ലാസ് അരി എടുത്തിട്ട് വെള്ളത്തിലേക്കിടുക. അതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് അത് വൃത്തിയായിട്ട് കഴുകി ഒരു അരയ്ക്കാനായി വയ്ക്കുക. അതുപോലെ തന്നെ ഒരു 250 ഗ്രാമോളം വരുന്നൊരു ശർക്കര എടുത്തിട്ട് ഒരു പാനിൽ വെച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് നന്നായി തിളപ്പിച്ച് അതിൻ്റെ കട്ടകളൊക്കെ മാറ്റിക്കൊണ്ട് അരിച്ച് എടുക്കുക. എന്നിട്ട് കഴുകി എടുത്ത് മിക്സിയിലേക്കിട്ട അരിക്കകത്തേക്ക് നമ്മൾ എന്നിട്ട് ഇതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. നല്ല വൃത്തിയായിട്ട് അരിച്ചെടുത്തിട്ട് വേണം ഒഴിക്കാൻ. അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനത് എടുക്കാൻ വിട്ടുപോയി. ഇതെല്ലാം കൂടെ ഒരു നന്നായി അരയരുത്, ഒരു മീഡിയം പരുവത്തിൽ അരഞ്ഞ് വരുന്നതിനകത്തേക്ക് ഇനി 1-2 സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. 4 മണിക്കൊക്കെ ഇതുണ്ടാക്കി കഴിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ എളുപ്പവുമാണ്. അതിന് മാത്രം ജോലിയൊന്നുമില്ല. ഒന്ന് ചെയ്ത് നോക്കൂ. ഏലക്കയാണ്. ഏലക്കയുടെ ഇലയെല്ലാം കളഞ്ഞിട്ടാണ്, തോടെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് പൊടിച്ച് ചേർക്കാൻ. തോടിനകത്തൊക്കെ ഈ വിഷാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ കിളിച്ച് വരുമ്പോൾ പുഴു ശല്യം ഉണ്ടാവാതിരിക്കാൻ ഓരോന്നടിക്കുമല്ലോ. അപ്പം അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അകത്തുള്ള ആ കുരു മാത്രമേ എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് 2 സ്പൂണോളം വരുന്ന നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് ചീകിയെടുത്തത് അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യുക. നെയ്യപ്പം എന്ന് പറയുന്നതിലും നെയ്യിലല്ല നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങൾ നെയ്യിലിപ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർത്തല്ലോ. ആ 2 സ്പൂൺ നെയ്യുടെ അടുത്ത് 4 വേണേൽ ചേർക്കാം. കാരണം നമ്മൾ കൂടുതൽ കഴിക്കുന്നതും ദോഷമാണല്ലോ എന്ന് കരുതിയിട്ടാണ് 2 സ്പൂൺ നെയ്യ്. അതിനകത്ത് തേങ്ങ വറുക്കാം, അതുപോലെ പരിപ്പ് വറുത്ത് ചേർക്കാം, അതുപോലെ തന്നെ എള്ളുണ്ടെങ്കിൽ അത് വറുത്ത് ചേർക്കാം. ഇവിടെ നമുക്കതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് തന്നെ മതി, ധാരാളമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ചുടാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. നമ്മൾ വെളിച്ചെണ്ണ ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ തവിയായി കോരി ഒഴിച്ചത് നല്ലപോലെ മുരിച്ചെടുക്കുക. വെളിച്ചെണ്ണ നമ്മളിവിടെ ശരിയാക്കിയ വെളിച്ചെണ്ണ, നമ്മൾ തന്നെ തേങ്ങ ഉണക്കി ആട്ടിയത് കൊണ്ട് എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ആ നല്ല എണ്ണയിലേക്ക് തന്നെ നമ്മളിത് കോരി ഒഴിച്ചിങ്ങനെ വെന്ത് വരുന്ന മണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിഷമിക്കാണ്ട് കഴിക്കാമല്ലോ. കൂടെ ചൂടാക്കുന്ന എണ്ണയിലേക്ക് പലഹാരം പൊരിച്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ദോഷമല്ലേ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നാഴികേരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഓരോന്നും ഓരോ തവി ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കുക. ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കൂടെ പറയണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, ചെയ്യണേ. ചെയ്ത് നന്നായി വരുന്നുവെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയാണ്. ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ളതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നെയ്യപ്പം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.